എന്തോരം പശുക്കളാ ചേട്ടാ ഈ നിക്കുന്നേ. നീ ആ കണ്ണടി എടുത്ത് വെക്ക്. ഇവിടെ ആകെ ഒരു പശുവേ ഉള്ളൂ, ബാക്കി നിൽക്കുന്ന 2 കാലുള്ള ലവനാ. ഓ എങ്കി ഒരു പശു. ആ പശുവിന്റെ പാല് കറന്നു കുടിച്ച് നമുക്ക് നമ്മുടെ ജീവിതം ഇവിടെ അങ്ങ് തുടങ്ങിയാലോ. നീ ആ കൈലിയുടെ മണ്ടയ്ക്ക് നിക്കറിട്ടിരിക്കുന്ന വേട്ടാവളിനെ കണ്ടോ? അവന്റെ കയ്യിലൊരു സ്റ്റീൽ ഗ്ലാസ് ഇരിക്കുന്ന കണ്ടോ? കഴിഞ്ഞ വിഷുവിന് ഇരിക്കാൻ തുടങ്ങി ഇരിപ്പാ അത്. അതിനകത്ത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ 3 തുള്ളി കാണും. അതിന് തിളപ്പിച്ച് അടുപ്പത്ത് വെച്ച് എനിക്ക് കൊണ്ട് തന്നുമ്പോഴത്തേനും ഞാൻ ചത്ത് എന്റെ മൂക്കി പഞ്ഞിയും വെച്ച് DNA പോലും എന്റെ തലയിൽ 4 നാര് കാണത്തില്ല. അങ്ങനെ എന്റെ പശുവിനെ കളിയായിട്ടുണ്ട് അപ്പൂപ്പ. എന്റെ ബലമായ സംശയം ഈ പശുവിന്റെ വയറ്റിനകത്ത് ഏതോ ഒരു മെയിൻ സ്വിച്ച് ട്രിപ്പായി കിടക്കുവാന്ന് തോന്നുന്നു. അമ്മുമ്മടയിൽ വല്ല വള്ളി ഉണ്ടോ ഒന്ന് ഫ്യൂസ് കെട്ടി നോക്കാൻ. നീ പോടാ അവിടുന്ന്. എങ്കിലും ഒരു ആപ്പിൾ കഴിച്ചങ്ങ് തുടങ്ങിയാലോ ചേട്ടാ. അമ്മുമ്മ ഈ പ്രായത്തിൽ പറയാൻ പറ്റുന്നതാണോന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ പറയാം, ഇപ്പൊ അങ്ങേർക്ക് അത്യാവശ്യം മുഴുത്ത 2 കപ്പളങ്ങിയാ. അമ്മുമ്മയ്ക്ക് മരത്തിൽ കയറാൻ പറ്റത്തില്ലേ പറ, ഞാൻ പോയി എവിടുന്നേലും പറിച്ചോണ്ട് വരാം. ഒരു കഷ്ണം എനിക്ക് കൂടെ തരണം. ആസാം വരെ പോയി ഒരു കാളയ്ക്കും കൂടെ കൊടുത്തിട്ട് വരാനാ. എന്തൊരു കോമഡി, നല്ല ഭംഗിയുണ്ട്. പക്ഷെ എനിക്ക് കോമഡി പറയുന്നവരെ ഭയങ്കര ഇഷ്ടാ. ചേട്ടൻ ഒരു ശുദ്ധഹാസ്യം പറ, എനിക്ക് ഇഷ്ടപ്പെടുവോന്ന് നോക്കട്ടെ. പറയട്ടെ പൊന്നെ. പറ. ഹോട്ടലാന്നും പറഞ്ഞ് ബാർബർ ഷോപ്പിൽ പോയാ ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുത്തിട്ടല്ലേ നാട്ടുകാർ ഇമാതിരി കമന്റ് ഇടുന്നത്. ഇങ്ങനെയുള്ള അഴുകിയ സാധനങ്ങൾ എന്റെ അപ്പൂപ്പന്റെ എഞ്ചുവടിയിൽ നിന്നേ എടുത്ത് കളഞ്ഞതാ.